നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് സ്ത്രീകളുടെ ഉന്നമനം സാധ്യമാക്കുമെന്ന് രാഹുൽ ഗാന്ധി. പാർലമെന്റിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരും. തനിക്കെതിരെ പ്രസംഗിക്കുന്ന കേരള മുഖ്യമന്ത്രി ബിജെപിക്കെതിരെ ഒന്നും മിണ്ടുന്നില്ലെന്നും രാഹുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് ആരംഭിച്ചു. പ്രത്യേക ഫെസിലിറ്റേഷൻ സെന്ററിലാണ് വോട്ടിംഗ്. മുതിർന്ന പൗരന്മാരുടെയും ഭിന്നശേഷി വിഭാഗക്കാരുടെയും ഹോം വോട്ടിംഗും പുരോഗമിക്കുന്നു. മണ്ണാർക്കാട് പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പദവിയെ ചൊല്ലിയുണ്ടായ തർക്കം. അകന്ന കോൺഗ്രസും ലീഗും ഒന്നായി. മഞ്ഞുരുകിയത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കൾ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ. നേരത്തെ നിരസിച്ച വൈസ് പ്രസിഡന്റ് പദവി ലീഗ് ഏറ്റെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണ്ണാർക്കാട് കാപ്പുപറമ്പ് സ്വദേശിയെ കാപ്പ നിയമപ്രകാരം പോലീസ് നാടുകടത്തി. ചക്കംതൊടി മുഹമ്മദ് അനീഫയാണ് നാടുകടത്തിയത്. 1 വർഷത്തേക്ക് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നതിനാണ് വിലക്ക്. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ മുന്തിരി ജ്യൂസ് കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 4 വയസ്സുകാരി ഉൾപ്പെടെ 3 പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനം സാധ്യമാക്കുമെന്ന് രാഹുൽ ഗാന്ധി. തനിക്കെതിരെ പ്രസംഗിക്കുന്ന കേരള മുഖ്യമന്ത്രി ബിജെപിക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പാലക്കാട് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി പാലക്കാട് കോട്ടമൈതാനിയിൽ പ്രസംഗിച്ചത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു രാഹുലിൻ്റെ പ്രധാന പ്രഖ്യാപനം. അംഗൻവാടി ആശാവർക്കർമാരുടെ ശമ്പളം ഇരട്ടിയാക്കും. പാർലമെന്റിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്ക് 50% സംവരണം നടപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. The first thing we are going to do is we are going to make a list of every single Indian family below the poverty line. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഭാരതത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ കുടുംബത്തിന്റെയും ഒരു ലിസ്റ്റ് എടുക്കുക, പട്ടിക ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. Since Mr. Narendra Modi has come to power, millions and millions of women and families have fallen below the poverty line. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളും സ്ത്രീകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോയിട്ടുണ്ട്. We are going to make a list of every single family. ആ ഓരോ കുടുംബത്തിന്റെയും ഒരു പട്ടിക ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. And then we are going to choose one woman in each poor family in India. ഈ രാജ്യത്തെ ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഒരു സ്ത്രീയെ വീതം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. And then every single year we are going to put 1 lakh rupees directly in her bank account. അത് മാത്രമല്ല, ഈ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സ്ത്രീയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ ഞങ്ങൾ നിക്ഷേപിക്കാൻ പോവുകയാണ്. 8,500 rupees a month, 1 lakh rupees a year, every single year until the family comes out of the poverty line. ഒരു മാസം 8,500 രൂപ വീതം, ഒരു വർഷം 1 ലക്ഷം രൂപ. അതായത് ഈ കുടുംബം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തുന്നത് വരെ ഈ പണം ഞങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കും. Is we are going to make sure that Anganwadis and Asha workers pay is doubled. We don't need to wait 10 years to give women's reservation in parliament and assemblies. We will do it the moment we come to power. 24 മണിക്കൂറും ബിജെപിക്കെതിരെ പോരാടുന്നയാളാണ് താൻ. അതിന് കനത്ത വില നൽകേണ്ടി വരുന്നുണ്ട്. അവർ തിരിച്ചും തന്നെ നേരിടുന്നു. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ബിജെപി ഒരിക്കലും ആക്രമിക്കുന്നില്ല. ഇത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ബിജെപിക്കെതിരെ കേരള മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Everybody also knows that when you fight the BJP, you have to pay a price. എല്ലാവർക്കും അറിയാം, ബിജെപിക്കെതിരെ സംസാരിച്ചാൽ, ബിജെപിക്കെതിരെ പ്രവർത്തിച്ചാൽ, അവരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ഒരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. You have seen that I pay that price every single day. നിങ്ങൾക്കറിയാം, ബിജെപിയെ എതിർക്കുന്നതിനുള്ള വില ഓരോ ദിവസവും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Their media attacks me 24 hours. അവരുടെ മാധ്യമങ്ങൾ, ബിജെപിയുടെ മാധ്യമങ്ങൾ എന്നെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കും. But what I find interesting is that your chief minister is not being attacked in any way by the BJP. പക്ഷേ എനിക്ക് വലിയ അതിശയമായി തോന്നുന്നത് നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബിജെപി ഒരു വിധത്തിൽ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. That if he is fighting the BJP, why are they so pleased with him?
അദ്ദേഹം ശരിക്കും BJP-ക്കെതിരെ പോരാടുകയാണെങ്കിൽ അവർക്ക് എന്താണ് അദ്ദേഹത്തോട് ഇത്ര Why സന്തോഷം? are they not attacking him? എന്തുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാത്തത്? KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്ഥാനാർത്ഥികളായ VK ശ്രീകണ്ഠൻ, രമ്യ ഹരിദാസ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, നേതാക്കളായ VT ബൽറാം, മരക്കാർ മാരായമംഗലം, ജില്ലയിലെ UDF MLA-മാർ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഫെസിലിറ്റേഷൻ സെന്ററിലാണ് ഉദ്യോഗസ്ഥർ തപാൽ വോട്ട് ചെയ്തത്. ഏപ്രിൽ 20 വരെ ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ വഴി തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജമാക്കിയത്. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കിയത്. 18, 19, 20 തീയതികളിലായി ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്ററിൽ തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പട്ടാമ്പി ശ്രീനീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വെച്ചാണ് പോളിംഗ് ഡ്യൂട്ടിക്കുള്ള പരിശീലന പരിപാടി നടന്നു വരുന്നത്. ഈ കേന്ദ്രത്തിൽ തന്നെ പട്ടാമ്പി കോളേജിൽ വെച്ച് തന്നെ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ പട്ടാമ്പി മണ്ഡലത്തിൽ ഡ്യൂട്ടിയുള്ളവർക്ക്, അതുപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ ഡ്യൂട്ടിയുള്ളവർക്കും വെവ്വേറെ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ന്, നാളെ, മറ്റന്നാൾ 18, 19, 20 തീയതികളിലായി ഇവിടെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് മുഖേന വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉള്ള സമയത്ത് ഈ കോളേജിലുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ വോട്ടുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം. 18, 19, 20 ദിവസങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉള്ളത്. ഒരു പരിശീലന കേന്ദ്രത്തിൽ 2 വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പരിശീലനത്തിന് ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെയുള്ള വോട്ട് രേഖപ്പെടുത്തൽ. മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരുടെയും മുതിർന്ന പൗരന്മാരുടെയും പോസ്റ്റൽ വോട്ടെടുപ്പ് തുടങ്ങി. പോസ്റ്റൽ വോട്ട് അനുവദിച്ചവരിൽ 60% പേർ ഇതുവരെ വോട്ട് ചെയ്തു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാരും 85 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരുമായ 656 പേർക്കാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ 350 പേർ വോട്ടുകൾ ചെയ്തു. ബാക്കിയുള്ളവരുടെ വോട്ടിംഗ് നടന്നു വരികയാണ്. അനുമതി ലഭിച്ചവരിൽ 11 പേർ മരിച്ചു. പോളിംഗ് ഓഫീസർ, സുരക്ഷാ ഓഫീസർ ഉൾപ്പെടെ 4 പേരും വീഡിയോ പകർത്താൻ ഒരാളും ഉൾപ്പെടെയുള്ള സംഘമാണ് വോട്ടർമാരുടെ വീടുകളിലെത്തി വോട്ട് ചെയ്യിക്കുന്നത്. തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷം ഒപ്പ് രേഖപ്പെടുത്തും. തുടർന്ന് ബാലറ്റ് പേപ്പർ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് വീട്ടിലുള്ളവരുടെ സഹായം തേടാം. കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിച്ച ബൂത്തിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ടർ തന്നെ ബാലറ്റ് പേപ്പർ കവറിലാക്കി ഒട്ടിച്ച് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. പോളിംഗ് ഓഫീസർ വീട്ടിലെത്തുമ്പോൾ വോട്ടർ ഇല്ലെങ്കിൽ അടുത്ത ദിവസം വരുമെന്ന അറിയിപ്പ് വീട്ടിൽ ഒട്ടിക്കും. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 8 യൂണിറ്റുകളെയാണ് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും പോൾ ചെയ്യുന്ന വോട്ടുകൾ നോഡൽ ഓഫീസറായ മണ്ണാർക്കാട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കളക്ടറേറ്റിൽ എത്തിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണ ശേഖരണ കേന്ദ്രങ്ങളുടെ പട്ടികയായി. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളിലെ 16 കേന്ദ്രങ്ങൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണത്തിനും ശേഖരണത്തിനുമായി സജ്ജമാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണ സ്വീകരണ കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറായി. ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. അതാത് നിയോജക മണ്ഡലങ്ങളുടെ ചുമതലയുള്ള ഉപവരണാധികാരികളുടെ നേതൃത്വത്തിലായിരിക്കും വിതരണം ചെയ്യുക. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങൾ ഇപ്രകാരമാണ്: കൊണ്ടോട്ടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേലങ്ങാടി കൊണ്ടോട്ടി, മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ചേരി, പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ, മങ്കട ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ, മലപ്പുറം ഗവൺമെൻറ് കോളേജ്, വേങ്ങര KM മൗലവി മെമ്മോറിയൽ ഓർഫനേജ് അറബിക് കോളേജ് തിരൂരങ്ങാടി, വള്ളിക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി. വോട്ടെടുപ്പിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വോട്ടിംഗ് യന്ത്രങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ തന്നെ തിരിച്ചെത്തിക്കും. അന്നുതന്നെ ജില്ലാ ആസ്ഥാനത്തെ സ്ട്രോങ് റൂമിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റും.
മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ മുന്തിരി ജ്യൂസ് കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 4 വയസ്സുകാരി ഉൾപ്പെടെ 3 പേരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടത്തനാട്ടുകര പൂഴിത്തൊടിക ഉമ്മറിന്റെ ഭാര്യ സക്കീന, സക്കീനയുടെ മകൻ ഫവാസിന്റെ ഭാര്യ ഷെറീൻ, ഇവരുടെ മകൾ ഹൈറാമറിയം എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അലനല്ലൂരിലെ കടയിൽ നിന്ന് വാങ്ങിയ മുന്തിരി വീട്ടിലെത്തിയ ശേഷം ജ്യൂസുണ്ടാക്കി കഴിച്ച ശേഷമാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഛർദ്ദിച്ചു തുടങ്ങിയ ഇവർ അവശരായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ഡിസ്പെൻസറിയിലും പിന്നീട് ഇവിടെ നിന്നും താലൂക്ക് ആശുപത്രിയിലും ഇവരെ പ്രവേശിപ്പിച്ചു. കടയിൽ ജ്യൂസ് മുകളിൽ കുടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് ജ്യൂസ് അപ്പോൾ അതിന് വയറൊക്കെ ഛർദ്ദിലുണ്ടായി. അങ്ങനത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എപ്പോഴാണ് സമയം 2:30 ആ സമയത്ത് രണ്ടുപേരും തളർന്നിട്ട് കുട്ടി തളർന്നിട്ട് വയറ് നിരവധി കേസുകളിൽ പ്രതിയായ മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് കാപ്പുപറമ്പ് സ്വദേശിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. കാപ്പുപറമ്പ് ചക്കാന്തൊടി മുഹമ്മദ് അനീഫയ്ക്കെതിരെയാണ് നടപടി. 1 വർഷത്തേക്ക് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലെ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുഹമ്മദ് അനീഫയെ 2023 എടത്തനാട്ടുകര കോട്ടപ്പള്ളയിൽ നിന്ന് MDMAയുമായി പിടിക്കപ്പെട്ടിരുന്നു. അന്യായമായി തടസ്സം സൃഷ്ടിക്കുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, അപായകരമായ ആയുധങ്ങൾ കൊണ്ടും മറ്റും ദേഹോപദ്രവം ഏൽപ്പിക്കുക, കൊലപാതക ശ്രമം, കുറ്റകരമായി ഭയപ്പെടുത്തുക, MDMA ഉപയോഗത്തിനും വിതരണത്തിനുമായി കൈവശം വയ്ക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് മുഹമ്മദ് അനീഫയ്ക്കെതിരെ ചുമത്തിയത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദിന്റെ ശുപാർശയിൽ തൃശൂർ DIG S. അജീത ബീഗമാണ് ഉത്തരവിട്ടത്. 1 വർഷത്തേക്ക് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നാണ് ഉത്തരവ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പദവിയെ ചൊല്ലി അകന്ന കോൺഗ്രസും ലീഗും ഒന്നായി. നേരത്തെ വൈസ് പ്രസിഡന്റ് പദവി നിരസിച്ച ലീഗ് പദവി ഏറ്റെടുത്തു. മുസ്ലിം ലീഗിലെ CT അലിയെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ബാങ്ക് പ്രസിഡന്റ് പദവി 2 വർഷം വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ബാങ്കിലും പഞ്ചായത്തിലും ലീഗും കോൺഗ്രസും വെവ്വേറെ നിലപാടുകളാണ് എടുത്തിരുന്നത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDFുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി ലീഗ് പ്രഖ്യാപിക്കുകയും വൈസ് പ്രസിഡന്റ് പദവി നിരസിക്കുകയും ചെയ്തിരുന്നു. വിഷയം വിവിധ തലങ്ങളിൽ ചർച്ച നടത്തിയിരുന്നെങ്കിലും പരിഹരിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചത്. അവസാനത്തെ 1 വർഷം പ്രസിഡന്റ് പദവി ലീഗിന് നൽകാമെന്ന് ചർച്ചയിൽ തീരുമാനിച്ചതായി വൈസ് പ്രസിഡന്റ് CT അലി പറഞ്ഞു. എന്നാൽ അങ്ങനെയൊരു തീരുമാനം യോഗത്തിൽ ഉണ്ടായിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് യോഗത്തിൽ എടുത്ത തീരുമാനമെന്നും ബാങ്ക് പ്രസിഡന്റ് ജോയ് ജോസഫ് പറഞ്ഞു. 13 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 8ഉം ലീഗിന് 4ഉം കേരള കോൺഗ്രസിന് 1 സീറ്റുകളാണ് ഉള്ളത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് പോകുമെന്ന് പ്രസിഡന്റ് ജോയ് ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കോൺഗ്രസ് മാത്രം തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആയതിൻ്റെ ചർച്ചകൾ UDF തലത്തിലും ജില്ലാ തലത്തിൽ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിൻ്റെ ശ്രീ റഫീഖ് രാജിവെക്കുകയും ആ സ്ഥാനം ശ്രീ അലി ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത്. ജില്ലാ UDFിൻ്റെ തീരുമാനമാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF നടപ്പാക്കിയിരിക്കുന്നത്. UDFിന്റെ കൂട്ടായ തീരുമാനപ്രകാരം താൻ വൈസ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതായി CT അലി പറഞ്ഞു. ജില്ലാ UDF നേതൃത്വത്തിൻ്റെയും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിൻ്റെയും കൂട്ടായ ചർച്ചയിലൂടെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലും തുടർന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്ന ഒരു സൂചന കൂടിയാണ് ഞങ്ങൾ ഇതിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് നിർണായക തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ചെറുപ്പശ്ശേരി, നെല്ലായ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തുകയായിരുന്നു VK ശ്രീകണ്ഠൻ. പാലക്കാട് മണ്ഡലത്തിൽ തുടർ വിജയം ലക്ഷ്യമിട്ടാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. റോഡ് ഷോകൾക്ക് ശേഷം നേരിട്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ചെർപ്പളശ്ശേരി, നെല്ലായ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയുമായി എത്തി.
രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. ഇതോടൊപ്പം കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു വോട്ടഭ്യർത്ഥന. തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. വളരെ വിശദമായി തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളും ജനദ്രോഹ നടപടികളും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകി ഈ നാടിൻ്റെ ആവശ്യങ്ങൾക്കും ഈ നാട്ടിലെ വികസന കാര്യങ്ങൾക്കും നമ്മൾ ഒരൊറ്റക്കെട്ടായി പ്രവർത്തിച്ചവരാണ്. നിങ്ങൾ നൽകിയ സഹകരണവും പിന്തുണയുമാണ് നിഷ്പക്ഷമായും നീതിപൂർവമായും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. വീണ്ടും ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് ആ ഒരു ഉറപ്പിലാണ്. നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം. നമ്മുടെ നിലപാടുകൾ, ജനപ്രതിനിധികളുടെ നിലപാട് നിഷ്പക്ഷമായിരിക്കണം. ആവശ്യം ഉന്നയിച്ചു വരുന്ന ആളുടെ രാഷ്ട്രീയം നോക്കിയോ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ചോ അല്ല വികസന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ 5 വർഷക്കാലവും ആ തരത്തിൽ വളരെ നിഷ്പക്ഷമായാണ് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. UDF നേതാക്കളായ KK അസീസ്, മൂസ പേങ്ങാട്ടിരി, മേലാടയിൽ ബാപ്പുട്ടി, ഉനൈസ് മാരായമംഗലം, മൻസൂർ ഇമ്പാനു എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മൂളൂരിലാണ് പര്യടനം സമാപിച്ചത്. പന്ത്രണ്ടുകാരി അസിൻ വെള്ളിലയുടെ തിരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹിറ്റായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അസിൻ വെള്ളില പ്രചരണ ഗാനങ്ങൾ പാടി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനശ്രദ്ധ നേടിയ ഈ മിടുക്കിയെ വൈറൽ ഗായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആരൊക്കെ കൊമ്പുകുലുക്കി വോട്ടും തേടി നടന്നാലും, എന്തൊക്കെ അപവാദങ്ങൾ നാട്ടിൽ പാടി നടന്നാലും, തോൽപ്പിക്കാനായി അടവുകൾ 18 പയറ്റാലും വോട്ടില്ല, നിങ്ങൾക്കിവിടെ വോട്ടില്ല. നന്മയുള്ളൊരു സാരഥിയുണ്ട്, നാടിനായി ജനനായകനുണ്ട്, ചെയ്താട്ടെ കൈപ്പത്തിക്കായൊരു വോട്ട്, നാടിൻ നന്മയ്ക്കൊരു വോട്ട്. ഇവിടെ ജാതി മതങ്ങളൊന്ന് ചേർന്ന് കഴിയണം, മതമതിലുകൾ പണിയുവോരെ നമ്മൾ കരുതണം. ഇട്ടിക്കൊരു വോട്ട് കൊടുക്കൂ കോണിക്ക്, ഇട്ടിക്കൊരു വോട്ട് കൊടുക്കൂ, ഇട്ടിക്കൊരു വോട്ട് കൊടുക്കൂ കോണിക്ക്, ഇട്ടിക്കൊരു വോട്ട് കൊടുക്കൂ. ഇന്ത്യ എന്ന കണ്ട ഭാരതം ജയിക്കണം, ഫാസിസത്തെ തൂത്തെറിഞ്ഞ് മാനം കാക്കണം. UDF-ൻ സാരഥി വന്നു, പാലക്കാടിൻ മുക്തത വന്നു, നമ്മുടെ ഷാഫി പറമ്പിൽ വന്നു, നമ്മുടെ ഷാഫി പറമ്പിൽ വന്നു. പതറാതെ പൊരുതാൻ വന്നു, പതറാതെ പൊരുതാൻ വന്നു, നമ്മുടെ ഷാഫി പറമ്പിൽ വന്നു, പതറാതെ പൊരുതാൻ വന്നു. ഒത്തിരി ഒത്തിരി വികസനം ഇവിടെ വന്നെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ ഗാനങ്ങൾ പാടുന്ന തിരക്കിലാണ് അസിൻ വെള്ളില. ഇതുവരെ 12 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അസിൻ വെള്ളില പ്രചരണ ഗാനങ്ങൾ പാടിക്കഴിഞ്ഞു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരവേദികളിലാണ് അസിൻ വെള്ളില പാടി തുടങ്ങിയത്. ഫാമിലി എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ്. ഉപ്പ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, സ്കൂൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഞാൻ പഠിച്ചിരുന്നത് MMUP വെള്ളില, MMUPS വെള്ളില. ഇനി ഞാൻ 8ക്കാണ്, ഇനി TSS വടക്കാങ്ങരക്കാണ് പോകുന്നത്. അപ്പോൾ സ്കൂളും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ ടൈമിലാണ്, ഇലക്ഷൻ തിരക്കിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വിളിച്ചിട്ട് പാട്ടിനായിട്ടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പൗരത്വ ബില്ലിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ ഫെയിമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ല ഇലക്ഷൻ സോങ്സ് വരുന്നുണ്ട്, പിന്നെ മെലഡി സോങ്സ്, DJ സോങ്സ് എല്ലാം പാടാറുണ്ട്. ഇതിനകം 6000-ഓളം ഗാനങ്ങൾ സ്വന്തം ശബ്ദത്തിൽ പാടി. രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നേ, വോട്ടരെ പ്രിയ കൂട്ടരെ വോട്ട് കൈപ്പത്തിക്കായി നൽകണേ, UDF-നായി ചെയ്തിടണേ. വോട്ടരെ പ്രിയ കൂട്ടരെ വോട്ട് കൈപ്പത്തിക്കായി നൽകണേ, UDF-നായി ചെയ്തിടണേ. മങ്കട വെള്ളില സ്വദേശി സൈനുൽ ആബിദീൻ ജമീല ദമ്പതികളുടെ മകളാണ് അസിൻ. പിന്തുണയുമായി മുഴുവൻ സമയവും മകളുടെ കൂടെ തന്നെയാണ് പിതാവ് സൈനുൽ ആബിദീൻ. സഹോദരങ്ങളായ അഡ്വക്കേറ്റ് അഫീഫ, അസ്ലം, അമൽ എന്നിവരുടെ പ്രോത്സാഹനവും വലുതാണ്. സബ് ജില്ലാ, ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 600-ലധികം വേദികളിലും ടെലിവിഷൻ പരിപാടികളിലും പങ്കെടുത്തു. ഒട്ടേറെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും കരസ്ഥമാക്കി. അസിൻ വെള്ളിലയ്ക്ക് യൂട്യൂബ് ചാനലിലും
ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം കാഴ്ചക്കാരും പിന്തുടരുന്നവരുമായി അനേകം പേരുണ്ട്. സൗദിയിൽ അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ ദയാധനം സമാഹരിക്കുന്നതിന് വേണ്ടി അസിൻ വെളില പാടിയ പാട്ടും ശ്രദ്ധേയമായിരുന്നു. അബ്ദുറഹീമിന്റെ മോചനത്തിനായി അരമുറുക്കി ലോകമലയാളി നടന്നു. മതവും ജാതി വേർതിരിവില്ലാതെ ഒരു ജീവൻ രക്ഷയ്ക്കായി കൈകൾ കോർത്ത് നടന്നു. ഒരുപാട് കോടി ഇനിയും വേണം സഹകരിക്കണം. തൂക്കുമരത്തിന്ന സഹോദരൻ ഇറങ്ങണം. അത് കണ്ട് റഹീമിന്റെ ഉമ്മ പുഞ്ചിരിക്കണം, പുഞ്ചിരിക്കണം. അത് കണ്ട് റഹീമിന്റെ ഉമ്മ പുഞ്ചിരിക്കണം, പുഞ്ചിരിക്കണം. ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ നേടിയ ഈ പാട്ടുകാരിയെ വൈറൽ ഗായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംഗീത ലോകത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ് ഈ കൊച്ചു ഗായിക. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി SYS പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഒറ്റപ്പാലത്ത് ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലി സംഘടിപ്പിക്കും. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി SYS പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് ഒറ്റപ്പാലത്ത് നടക്കുന്നത്. ജില്ലയിലെ 59 സർക്കിൾ കേന്ദ്രങ്ങളിൽ നിന്നും സാമൂഹിക സന്നദ്ധ സേവനങ്ങൾക്കായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട 1000-ലധികം പ്ലാറ്റൂൺ അംഗങ്ങളാണ് അസംബ്ലിയിൽ അണിനിരക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ന് ഒറ്റപ്പാലം കണ്ണിയമ്പുറം പാലത്തിൻ്റെ സമീപത്തു നിന്ന് ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലി റാലി ആരംഭിച്ച് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിക്കും. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS അതിൻ്റെ 70-ാം വാർഷിക സമ്മേളനം 2024 ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടത്തുകയാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സർക്കിൾ ഘടകങ്ങളിലും രൂപപ്പെടുത്തിയ സന്നദ്ധ സംഘമാണ് പ്ലാറ്റൂൺ അംഗങ്ങൾ. ആ പ്ലാറ്റൂൺ അംഗങ്ങളുടെ പാലക്കാട് ജില്ലയുടെ പ്ലാറ്റൂൺ അസംബ്ലി നാളെ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുകയാണ്. വൈകിട്ട് 4:30-ന് കണ്ണിയാമ്പുറം പാലത്തിന് സമീപത്ത് നിന്നാണ് പ്ലാറ്റൂൺ അസംബ്ലി റാലി ആരംഭിക്കുന്നത്. SYS സംസ്ഥാന പ്രവർത്തക സമിതി അംഗം റഷീദ് സഖാഫി കുറ്റിയാടി മുഖ്യപ്രഭാഷണം നടത്തും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അബൂബക്കർ അവണക്കുന്ന്, റഷീദ് അഷ്റഫി ഒറ്റപ്പാലം, മുഹമ്മദ് റിനീഷ് ഒറ്റപ്പാലം എന്നിവർ പങ്കെടുത്തു. അലനല്ലൂർ ഉണ്ണിയാലിൽ പ്രവർത്തിച്ചിരുന്ന പട്ടികജാതി ഓഫീസ് കെട്ടിടം സംരക്ഷണമില്ലാതെ നശിച്ചു. 1988-ലാണ് കെട്ടിടം നിർമ്മിച്ചത്. ഏകദേശം 1 വർഷത്തോളം സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ വിവിധ വായ്പകൾ എടുത്തവർ തിരിച്ചടയ്ക്കാതെ ആയതോടെയാണ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തേണ്ടി വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധതരം കാർഷിക വായ്പകൾക്കും ആട്, പശു എന്നിവയെ വളർത്തുന്നതിനുള്ള സഹായവുമായിട്ടാണ് 1988-ൽ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 1 വർഷത്തോളം ഓഫീസ് പ്രവർത്തിച്ചെങ്കിലും വായ്പകൾ എടുത്തവർ തിരിച്ചടയ്ക്കാതെയായതോടെ ഓഫീസ് പ്രവർത്തനം അവതാളത്തിലായെന്നാണ് വിവരം. ഇതോടെ ഓഫീസിന്റെ പ്രവർത്തനം എന്നേക്കുമായി നിലച്ചു. പ്രവർത്തനം നിലച്ചതോടെ കെട്ടിടം പരിപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞു. വാതിലുകളും ജനാലകളും ഉൾപ്പെടെയുള്ള എല്ലാ നിർമ്മിതികളും തകർന്നു വീണു. കോൺക്രീറ്റ് ആയതിനാൽ മേൽക്കൂര കാലത്തെ അതിജീവിച്ചു നിൽക്കുന്നുണ്ട്. ഇരുമ്പ് മേശകളും മറ്റു ഉപകരണങ്ങളും ഇന്നും ഇതിനകത്ത് തുരുമ്പെടുത്തും ചിതലരിച്ചും കിടപ്പുണ്ട്. അധികൃതരുടെ അശ്രദ്ധ മൂലമാണ് ഈ കെട്ടിടം സ്വാഭാവിക നാശത്തിലേക്ക് പതിക്കാൻ കാരണം. നാഥനില്ലാതെ പട്ടികജാതി ഓഫീസ് കെട്ടിടം നശിക്കുമ്പോൾ 10 മീറ്റർ അകലെയുള്ള കാർക്കിടാംകുന്ന് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. 1988-ൽ 1 ലക്ഷം രൂപ ചെലവിലാണ് ഉണ്ണിയാൽ എടത്തനാട്ടുകര റോട്ടിൽ ഈ കെട്ടിടം സ്ഥാപിച്ചത്. വാണിയംകുളം മനുശ്ശേരി കിള്ളിക്കാവ് പൂരമഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടന്നു. ഏപ്രിൽ 25-നാണ് കിള്ളിക്കാവ് പൂരം. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമനക്കൽ ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്.
തുടർന്ന് വരിക്കാശ്ശേരി മനഗ്രൗണ്ടിൽ അതിഗംഭീര ഗാനമേളയും അരങ്ങേറി. 11 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിന് തിങ്കളാഴ്ച മുതൽ തുടക്കമായി. പൂരം വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികളും തായമ്പകയും അരങ്ങേറും. 10ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ മനുശ്ശേരി കിള്ളിക്കാവ് പൂരമഹോത്സവം ഏപ്രിൽ 25 വ്യാഴാഴ്ച നടക്കും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF തെരുവ് കലാ സംഘം ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം പാറയിൽ നടന്ന പരിപാടിയിൽ കെ പ്രേംകുമാർ MLA, ലോക്കൽ സെക്രട്ടറി B രാജേഷ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. പുലരണം മതേതരത്വ ഇന്ത്യ, വളരണം ഇടതുപക്ഷ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് കലാസംഘം പരിപാടികൾ അവതരിപ്പിച്ചത്. മനുഷ്യനായി ജീവിക്കാൻ കഴിയുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ ഉണ്ടാകണം എന്ന ഒരു താല്പര്യത്തിൻ്റെ കൂടി ഭാഗമായി ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടുത്താനുള്ള ഒരു പരിശ്രമം കൂടിയാണ് നമ്മുടെ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ. 1960കളിൽ വെള്ളിയാറിന് കുറുകെ ഉണ്ണിയാൽ പാലക്കടവിൽ നിർമ്മിച്ച പാലത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും പുഴയിൽ കാണാം. തൂണും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി കെട്ടിയുയർത്തിയ ഭാഗങ്ങളുമാണ് അവശേഷിക്കുന്നത്. ചരിത്രശേഷിപ്പുകൾ ആണെങ്കിലും ഈ നിർമ്മിതികൾ ഇന്ന് അപകട ഭീഷണിയാണ്. ആദ്യകാല ജന്മിയായിരുന്ന ആറം പാലട്ടെടുത്തനാട്ടുകര ഉപ്പുകുളം മേഖലയിലെ തന്റെ സ്ഥലത്തേക്ക് കാറിൽ പോകുന്നതിനായി 1960കളിൽ സ്വന്തമായി നിർമ്മിച്ച പാലത്തിന്റെ ശേഷിപ്പുകളാണ് ഇവ. കരിങ്കല്ല് ചതുരത്തിൽ വെട്ടിയെടുത്ത് ചാന്തുപയോഗിച്ച് കെട്ടിയുയർത്തിയ തൂണുകളും അപ്രോച്ച് റോഡ് സംരക്ഷണ കെട്ടുകളും ഇതിനു മുകളിൽ തേക്ക് പോലത്തെ ഉയർന്ന ഇനം മരങ്ങൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. വെള്ളിയാറിന് കുറുകെയുള്ള ആദ്യ പാലവും ഇതായിരുന്നെന്നും പഴമക്കാർ ഓർക്കുന്നു. കാലക്രമേണ പാലത്തിന്റെ മരങ്ങൾ നശിച്ചു. തുടർന്ന് 1970 കാലഘട്ടങ്ങളിൽ പഴയ പാലത്തിന് സമീപത്തായി സർക്കാർ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു. പിന്നീട് പഴയ പാലത്തിന്റെ ശേഷിപ്പുകളായ 2 തൂണുകളും ഇരുകരയിലുള്ള കരിങ്കൽ നിർമ്മിതിയും ഉപയോഗമില്ലാതെയായി. ഇതിൽ ഒരു തൂണ് വർഷങ്ങൾക്ക് മുന്നേ പുഴയിലേക്ക് വീണു. ശേഷിക്കുന്ന തൂണ് ഏതു നിമിഷവും പുഴയിലേക്ക് പതിക്കാറായി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്രോച്ച് നിർമ്മാണത്തിനായി കെട്ടിയുയർത്തിയ ഭാഗങ്ങളിലെ കല്ലുകളും അടർന്നു വീണു തുടങ്ങിയിട്ടുണ്ട്. പാലത്തിനോട് ചേർന്നുള്ള ഭാഗം കുളിക്കടവായതിനാൽ യാത്രക്കാരും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് കുളിക്കാനും അലക്കാനുമായി എത്താറ്. ഇവർക്കെല്ലാം ഭീഷണിയാവുകയാണ് പഴയ പാലത്തിന്റെ ശേഷിപ്പുകൾ. ഇനി വാണിജ്യ വാർത്തകൾ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഇനി ചെർപ്പുളശ്ശേരിയിലും. നേത്രപരിചരണ രംഗത്ത് പുതുവെളിച്ചം പകരാൻ സെയിൻസ് ഐ ഹോസ്പിറ്റൽ മഞ്ചക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ച സെയിൻസ് ഐ ക്ലിനിക്കിനെ നെഞ്ചിലേറ്റിയവർക്ക് കാഴ്ചയുടെ പുതിയ ലോകം സമ്മാനിച്ചുകൊണ്ടാണ് സെയിൻസ് ഐ ഹോസ്പിറ്റൽ മഞ്ചക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ സേവന രംഗത്തെ പ്രമുഖരും സയൻസ് ഗ്രൂപ്പ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു.
വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ചെർപ്പളശ്ശേരി പട്ടണത്തിൽ 6 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ തോതിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് സെയിൻസ് ഐ ഹോസ്പിറ്റൽ. സേവന രംഗത്ത് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുകയും ആബാലവൃത്തം ജനങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയും സ്നേഹവും സഹകരണമൊക്കെ ഉണ്ടായി ഇന്ന് അതിൻ്റെ 2ാം ഘട്ടം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന നിലയിൽ പറയാവുന്ന തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും സ്നേഹത്തോടെയുള്ള പരിചരണവും സന്തോഷത്തോടു കൂടെയുള്ള തിരിച്ചുപോക്കും രോഗികളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തിമിര ശസ്ത്രക്രിയ അടക്കമുള്ള ഫേക്കോ സർജറി വരെയുള്ള ഫെസിലിറ്റീസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. നേത്രപരിശോധനയിലും മറ്റുമായി വളരെ ക്വാളിറ്റിയോടുള്ള സർവീസും ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റത്തോടെയുള്ള സ്റ്റാഫുകളിൽ നിന്നൊക്കെയുള്ള അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളോട് കൂടിയാണ് നമ്മൾ സെയിൻസ് ഇവിടെ ഇതായിട്ടുള്ളത്. കണ്ണുകളുടെ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രഷർ പരിശോധന, അത്തരത്തിലുള്ള നേത്ര സംബന്ധമായിട്ടുള്ള നിരവധി സൗകര്യങ്ങളും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഉദ്ഘാടനം പ്രമാണിച്ചിട്ട് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 1000 പേർക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രെയിമും ലെൻസും അടക്കം, ഫ്രെയിം മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള കണ്ണട എല്ലാവർക്കും ഏത് തരത്തിലുള്ള പവറുകൾ വന്നു കഴിഞ്ഞാലും അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ആദ്യം വരുന്ന 1000 പേർക്കാണ് അത് നമ്മൾ കൊടുക്കുന്നത്. യാതൊരുവിധ വേറെ ക്രൈറ്റീരിയകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 6-7 തരം മോഡലുകൾ, ഫ്രെയിമുകൾ ഉണ്ടാവും. അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് സെലക്ട് ചെയ്യാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ സെയിൻസിൻ്റെ ഡോക്ടർമാരുടെ പ്രവർത്തനം. 7 മണി 7:30 ശേഷം നമ്മുടെ 7 മണി വരെ നമ്മൾ എന്തായാലും ഹോസ്പിറ്റൽ ഓപ്പൺ ആയിരിക്കും. വിശാലമായ കെട്ടിടത്തിൽ അതിവിപുലമായ സൗകര്യങ്ങളോട് കൂടിയ ഐ ഹോസ്പിറ്റലിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകോത്തര നിലവാരത്തിലുള്ള നേത്രചികിത്സയാണ് ഒരുക്കിയിട്ടുള്ളത്. നേത്രചികിത്സാ രംഗത്ത് വിദഗ്ധരായ ഡോക്ടർമാരുടെയും പരിചയസമ്പന്നരായ ജീവനക്കാരുടെയും സേവനമാണ് സെയിൻസ് ഐ ഹോസ്പിറ്റലിന്റെ മേന്മ. വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും പുതിയ മോഡലുകളുള്ള കണ്ണടകൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും സെയിൻസ് ഐ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50 വയസ്സ് മുകളിൽ പ്രായമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 1000 പേർക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുവാനും തീരുമാനിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് സ്ത്രീകളുടെ ഉന്നമനം സാധ്യമാക്കുമെന്ന് രാഹുൽ ഗാന്ധി. പാർലമെന്റിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരും. തനിക്കെതിരെ പ്രസംഗിക്കുന്ന കേരള മുഖ്യമന്ത്രി ബിജെപിക്കെതിരെ ഒന്നും മിണ്ടുന്നില്ലെന്നും രാഹുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് ആരംഭിച്ചു. പ്രത്യേക ഫെസിലിറ്റേഷൻ സെന്ററിലാണ് വോട്ടിംഗ്. മുതിർന്ന പൗരന്മാരുടെയും ഭിന്നശേഷി വിഭാഗക്കാരുടെയും ഹോം വോട്ടിംഗും പുരോഗമിക്കുന്നു. മണ്ണാർക്കാട് പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പദവിയെ ചൊല്ലിയുണ്ടായ തർക്കം. അകന്ന കോൺഗ്രസും ലീഗും ഒന്നായി. മഞ്ഞുരുകിയത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കൾ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ. നേരത്തെ നിരസിച്ച വൈസ് പ്രസിഡന്റ് പദവി ലീഗ് ഏറ്റെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണ്ണാർക്കാട് കാപ്പുപറമ്പ് സ്വദേശിയെ കാപ്പ നിയമപ്രകാരം പോലീസ് നാടുകടത്തി. ചക്കംതൊടി മുഹമ്മദ് അനീഫയാണ് നാടുകടത്തിയത്. 1 വർഷത്തേക്ക് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നതിനാണ് വിലക്ക്. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ മുന്തിരി ജ്യൂസ് കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 4 വയസ്സുകാരി ഉൾപ്പെടെ 3 പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.